ഒരു കലാകാരനല്ലേ ഞാൻ, ഒരു കലാപ്രവർത്തകൻ ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ അപ്പോൾ അവരുടെ സമരം ഒരിക്കലും നമ്മൾ എന്ത് കാരണം പറഞ്ഞാലും അത് നീട്ടിക്കൊണ്ടു പോകുന്നത് ഉചിതമല്ല. എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കണം. അത് പുറത്താകുന്ന വിവരം അത് പത്രമാധ്യമങ്ങളിലൂടെ അറിയേണ്ടി വന്ന ഒരു ചെയർമാൻ്റെ ഗതികേട് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് തലേ ദിവസമാണ് ഞാൻ അറിയുന്നത് എന്നെ ഈ ചുമതലയിൽ നിന്ന് മാറ്റി. നിങ്ങൾക്കൊരു പുതിയ ചെയർമാനെ വെക്കണമെങ്കിൽ അത് വെച്ചോളൂ, അത് എ ഓർ ബി, എൻ്റെ വിഷയമല്ല. എല്ലാ മനുഷ്യരുടെയും ഒരു വിമോചനത്തിൻ്റെ, തൊഴിലാളി വർഗത്തിൻ്റെ, അധ്വാനിക്കുന്നവൻ്റെ, പാവപ്പെട്ടവൻ്റെ, ദരിദ്രൻ്റെ പക്ഷം നിൽക്കുന്ന ഈ ആശാവർക്കർമാർ എന്ന് പറയുന്ന കുറച്ച് പേര്, നമ്മുടെ പ്രിയപ്പെട്ട കുറച്ച് സഹോദരിമാർ, അവർ ഇങ്ങനെ സമരം ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ വിഷയം അതാണ്. നിങ്ങൾ ക്ലാരിറ്റിയോട് കേൾക്കണം, അത് ക്ലാരിറ്റിയോട് പറയേണ്ടത്. കോൺഗ്രസിലേക്ക് പോകുന്ന ചർച്ചകളൊക്കെ സജീവമായി നടക്കുന്നത് കേൾക്കുന്നു. എങ്ങനെയായി, എവിടെ എത്തി? അല്ല, കോൺഗ്രസിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലും പോയി എന്നുള്ള ചർച്ചകൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഞാനൊരു കോൺഗ്രസ് കുടുംബത്തിലെ അംഗം തന്നെയാണ്, ആയിരുന്നു. പക്ഷേ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കൊന്നും നമ്മളങ്ങനെ രംഗത്തുണ്ടായിരുന്നില്ല എന്നുള്ള സത്യമാണ്. കോളേജ് കാലത്ത് എൻ്റെ KSU പ്രവർത്തനമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ എന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ പരിഗണിച്ചിട്ടല്ല ഇപ്പോൾ ഈ കഴിഞ്ഞ സർക്കാർ എനിക്കൊരു ഔദ്യോഗിക സ്ഥാനം നൽകിയത്. ഞാൻ ആ സർക്കാരിൻ്റെ ഭരിക്കുന്ന പാർട്ടിയുടെ അംഗമൊന്നുമല്ല. അവിടെ 2022 കോടിയേരി ബാലകൃഷ്ണൻ സഖാവ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് ആണ് എനിക്കങ്ങനെ ഒരു നിയമനം വന്നത്. 2022 ഞാൻ കോളേജ് കാലത്ത് എന്ന് പറയുമ്പോൾ ഒരു 30-35 വർഷം മുമ്പ് ഈ ഒരു KSU പാനലിലൊക്കെ മത്സരിച്ച ആൾ. പക്ഷെ പിന്നീട് PA ബക്കറിൻ്റെ സഖാവ് P കൃഷ്ണപിള്ള എന്ന സിനിമ ചെയ്തപ്പോൾ അങ്ങനെയാണ് സഖാവിൻ്റെ ജീവിതം അടുത്തറിയുന്നതും സഖാവിൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു വിശുദ്ധിയും ലാളിത്യവും അദ്ദേഹത്തിൻ്റെ വിപ്ലവ വീര്യവും വിപ്ലവ പോരാട്ടവും സാധാരണ മനുഷ്യൻ്റെ പക്ഷത്ത് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു വിപ്ലവത്തിൻ്റെ ആ ഒരു വലിയൊരു തേജസ് എന്ന് പറയാം. അപ്പോൾ ആ ഒരു വ്യക്തിത്വത്തിൽ അതൊരു അഭിനയിച്ച കഥാപാത്രം അതെൻ്റെ നിലപാടുകളെയും അഭിപ്രായങ്ങളെയും ചിന്തകളെയും ഒക്കെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ശരിക്കും കമ്മ്യൂണിസം എന്താണെന്ന് അറിയാൻ ശ്രമിക്കുന്നു. അപ്പോൾ കമ്മ്യൂണിസത്തെക്കുറിച്ച് പഠിക്കുന്നു. അതൊരു വലിയ വിമോചന ഒരു ശാസ്ത്രമാണ് കമ്മ്യൂണിസം. എല്ലാ മനുഷ്യർക്കും ഒരു തുല്യത വിഭാവനം ചെയ്യുന്ന, എല്ലാ മനുഷ്യർക്കും നല്ലൊരു നാളെ വിഭാവനം ചെയ്യുന്ന, എല്ലാ മനുഷ്യരുടെയും ഒരു വിമോചനത്തിൻ്റെ, തൊഴിലാളി വർഗത്തിൻ്റെ, അധ്വാനിക്കുന്നവൻ്റെ, പാവപ്പെട്ടവൻ്റെ, ദരിദ്രൻ്റെ പക്ഷം നിൽക്കുന്ന, ജനങ്ങളുടെ പക്ഷം നിൽക്കുന്ന അങ്ങനെ ഒരു വലിയ പ്രത്യയശാസ്ത്രം. ആ പ്രത്യയശാസ്ത്രത്തോട് എനിക്കിന്നും ഇപ്പോഴും എപ്പോഴും അനുഭവമുണ്ട്. അതൊരിക്കലും എൻ്റെ മനസ്സിൽ നിന്നൊരിക്കലും മായാൻ പറ്റാത്ത ഒന്നാണ്. പക്ഷെ എന്ന് പറയുന്നത് ഞാൻ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരാളല്ല. അപ്പോൾ എൻ്റെ ആ ഒരു ഇടതുപക്ഷ ഒരു ചിന്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയങ്ങൾ ഉള്ളിലുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് തന്നെ എൻ്റെ ചില ലേഖനങ്ങൾ, അത് ഇന്ധന വില വർധനവിനെക്കുറിച്ച്, കർഷക സമരത്തെക്കുറിച്ച്, അതുപോലെ ഫാസിസത്തിന് എതിരെ ഇങ്ങനെയുള്ള ചില മനുഷ്യപക്ഷ നിലപാടുകളുമായിട്ടുള്ള ചില ലേഖനങ്ങൾ ചില പത്രമാധ്യമങ്ങളിൽ വന്നു. അത് ദേശാഭിമാനി ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ വന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ സഖാവ്, അതുപോലെ ഒരു P കൃഷ്ണപിള്ള ദിനത്തിന് ഒരു ഓഗസ്റ്റ് 19 ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ പേജിൽ സഖാവ് എന്നെ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയത്തിലേക്ക് നയിച്ചു എന്ന് പറയുന്ന ഒരു ലേഖനം അത് ഞാൻ എഴുതുകയുണ്ടായി. അപ്പോൾ എൻ്റെ ഒരു നിലപാടുകളും ഒക്കെ അത് പ്രസ്ഥാനവുമായി ചേരുന്ന ഒന്നാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് എൻ്റെ ഈ നിലപാടുകൾ, അഭിപ്രായങ്ങൾ, ഈ ശക്തമായ ചില പ്രതികരണങ്ങൾ ഇതൊക്കെ കണ്ടിട്ടാണ് സഖാവ് നമ്മുടെ കോടിയേരി സഖാവ് എന്നെ ഈ ഒരു പദവിയിലേക്ക് നിയമിച്ചത്. അതൊരു 2.5 വർഷക്കാലത്തോളം ഞാനത് നിർവഹിച്ചു. അപ്പോഴാണ് നമ്മുടെ മുൻ ചെയർമാൻ്റെ ആ ഒരു ചെറിയ ഒരു വിഷയത്തിൽ ബന്ധിച്ച് അദ്ദേഹം ആ സ്ഥാനത്തിൽ നിന്ന് മാറുന്നു. അപ്പോൾ ഒരു താൽക്കാലികമായ ഒരു ചുമതല ആ സമയത്ത് അത് എന്നിലേക്ക് വന്നു ചേരുകയാണ്. അപ്പോൾ ഇതൊന്നും ഞാനിതിൻ്റെ പുറകെ ആവശ്യപ്പെട്ടതൊന്നുമല്ല, അതെനിക്ക് വന്നതാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ ചുമതലയിലേക്ക് വന്നു. അത് ചെയർമാൻ്റെ പദവിയാണ്. ആ ചെയർമാൻ്റെ പദവിയിൽ ഞാൻ ഏതാണ്ട് ഒരു വർഷത്തോളം തുടർന്നു. അപ്പോഴാണ് കഴിഞ്ഞ 29ാമത് IFFK നടക്കുന്നത്. അതൊക്കെ നടന്നു. അതിൻ്റെ സംസ്ഥാന പുരസ്കാരം നടന്നു. പിന്നെ ഈ സിനിമ കോൺക്ലേവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതുപോലെ നമ്മുടെ ചലച്ചിത്ര സിനിമാ നയ രൂപീകരണ സമിതിയിൽ അംഗമായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ, മറ്റ് അക്കാഡമിയുടെ ഇതരമായ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന പശ്ചാത്തലത്തിൽ സിനിമാ കോൺക്ലേവും ഒക്കെ അങ്ങനെ നിൽക്കുമ്പോൾ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് തലേ ദിവസമാണ്
ഞാൻ അറിയുന്നത് എന്നെ ഈ ചുമതലയിൽ നിന്നും മാറ്റി. അത് എന്താണ് കാരണമെന്നൊന്നും ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ പത്രമാധ്യമങ്ങളിൽ നിന്നും എൻ്റെ മറ്റടുത്ത ചില പാർട്ടിയുമായി ബന്ധപ്പെട്ട ചില സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ അറിഞ്ഞത് കുറച്ച് മുമ്പ് ഒരു 5-6 മാസം മുമ്പ് മസ്കറ്റ് ഹോട്ടലിൽ നടന്ന ഒരു ചടങ്ങ്, അത് വളരെ അനൗപചാരികമായ ഒരു സംഭാഷണമാണ്. നമ്മൾ കൊച്ചിയിൽ ഈ ഡിസംബർ 20 നടന്ന ഒരു സാംസ്കാരിക സംഗമം, അന്താരാഷ്ട്ര സാംസ്കാരിക സംഗമം, അതിൻ്റെ ഒരു ആലോചനാ യോഗം സഖാവ് MA ബേബി അദ്ദേഹം അഖിലേന്ത്യാ സെക്രട്ടറിയായി ചുമതലയെടുത്തപ്പോൾ നമ്മുടെ ആദരണീയനായിട്ടുള്ള സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ തുടങ്ങി അവരൊക്കെയുള്ള ഈ സാംസ്കാരിക സ്ഥാപനങ്ങളിലെ കുറച്ച് പ്രധാനപ്പെട്ട ആൾക്കാർ മാത്രമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നൽകിക്കൊണ്ടുള്ള ഒരു ചെറിയൊരു അനൗപചാരികമായ ഒരു സംഭാഷണം. അവിടെ വെച്ചിട്ട് പല കാര്യങ്ങളുമൊക്കെ നമ്മൾ സംസാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു മാനവികതയും മനുഷ്യ സ്നേഹവും സഹജീവി സ്നേഹവും ഒക്കെ വിളംബരം ചെയ്യുന്ന ഒരു അന്താരാഷ്ട്ര ഒരു സാംസ്കാരിക സംഗമം കൊച്ചിയിൽ നടക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഒരു അഭിപ്രായമായിട്ട് പറയും. പല കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, ഇങ്ങനെ കുറച്ച് കാലമായിട്ട് ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ഈ ആശാ വർക്കർമാർ എന്ന് പറയുന്ന കുറച്ച് പേര്, നമ്മുടെ പ്രിയപ്പെട്ട കുറച്ച് സഹോദരിമാർ, അവർ ഇങ്ങനെ സമരം ചെയ്യുകയാണ്. അപ്പോൾ അവർ തലമുട്ടയടിച്ചും മുട്ടിലഴിഞ്ഞും അവിടെ കഞ്ഞി വെച്ച് കുടിച്ചും നിരാഹാര സമരം ഇങ്ങനെ നടത്തുന്നത്, അതൊരു ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ വന്ന് അവരിങ്ങനെ അത് ചെയ്യുകയാണ്. അതൊരിക്കലും നമ്മളതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയല്ല. ഇത് നമ്മളിങ്ങനെ ഒരു സാംസ്കാരിക പശ്ചാത്തലം, മാനവികതയും മനുഷ്യസ്നേഹവും ഒക്കെ പശ്ചാത്തലമാക്കി നമ്മളൊരു സംഗമം നടത്തുമ്പോൾ അതിനു മുമ്പായിട്ട് അങ്ങ് അഖിലേന്ത്യാ സെക്രട്ടറി ആയ സമയത്ത് ഇതിലൊന്ന് ഇടപെട്ട് ഇതൊന്ന് പരിഹരിക്കാൻ അങ്ങൊരു നടപടിയെടുക്കണം. അതല്ലെങ്കിൽ അത് നമ്മുടെ ഒരു ഗവൺമെൻറ്റിനൊക്കെ അതൊരു ദോഷം ചെയ്യും. ഒരു പൊതുസമൂഹത്തിൽ ഒരു വല്ലാത്തൊരു വികാരം അത് ഉണ്ട്. അത് ഈ സ്ത്രീകൾക്ക് അവർക്ക് അനുകൂലമായി അവരുടെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ അവരെന്തോ അപ്പോൾ അവർ മറ്റു പല രാഷ്ട്രീയ ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ പറയും, അവർ എന്ത് രാഷ്ട്രീയമോ ആയിക്കോട്ടെ, അവരെങ്ങനെയുള്ള ആൾക്കാരോ ആയിക്കോട്ടെ, പക്ഷെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കൂടെയുള്ള കുറേ സ്ത്രീകളാണ്. അപ്പോൾ അവരുടെ സമരം ഒരിക്കലും നമ്മൾ എന്ത് കാരണം പറഞ്ഞാലും അത് നീട്ടിക്കൊണ്ടു പോകുന്നത് ഉചിതമല്ല. എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കണം, അത് അങ്ങ് ഇടപെടണം എന്ന് വളരെ സതുദ്ദേശത്തോടെ പോസിറ്റീവായി പറഞ്ഞ ഒരു കാര്യം മാത്രമാണത്. അത് എൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ആരോ പത്രങ്ങൾക്ക് അന്ന് അത് ചോർത്തിക്കൊടുത്തു. പിറ്റേ ദിവസത്തെ മനോരമയിലും മാതൃഭൂമിയിലും എല്ലാം വലിയ തലക്കെട്ടിൽ വാർത്ത വന്നു. ഇങ്ങനെ പ്രേംകുമാർ ഈ ഒരു വിഷയത്തിൽ അവരെ ഇത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, സമരം പരിഹരിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് സംസാരിച്ചു. അത് ഒരു വല്ലാത്ത ഒരു ചർച്ചയായി മാറി. അതൊരു ഗവൺമെൻറ്റിനെതിരെ പോലെ ഉള്ള ഒരു വിമർശനം എന്നൊക്കെ രീതിയിൽ അത് വ്യാഖ്യാനിക്കപ്പെട്ടു. അതൊന്നും അതിനെക്കുറിച്ചൊന്നും ഒരു വിശദീകരണവും ആരും എന്നോട് ചോദിച്ചിട്ടില്ല. ഇത് ഏതെങ്കിലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഞാനൊരു മൈക്ക് വെച്ച് കെട്ടി അവരോട് പറഞ്ഞതല്ല. ഇത് വളരെ സൗഹൃദമായ ഒരു സംഭാഷണത്തിനിടയിൽ പറഞ്ഞ കാര്യം ആരോ അത് പത്രത്തിന് കൊടുത്തു. പക്ഷെ എന്ത് തന്നെയായിരുന്നാലും ശരി, പിറ്റേ ദിവസം വാർത്തയായി. ആ വാർത്ത വന്നൊരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും മനോരമയിൽ വാർത്ത വരുന്നു, ചലച്ചിത്ര അക്കാദമിയിൽ പുതിയ ചെയർമാൻ വരുന്നു. അപ്പോൾ അതൊരു 3-4 പേരുകളുടെ ഒരു ഇത് കാണിച്ചിട്ട് അതിൽ ഇപ്പോൾ നിയുക്തനായ ചെയർമാൻ്റെ പേരുൾപ്പെടെ, അത് നിങ്ങളുടെ ഫയലുകളിൽ കാണുമല്ലോ, മനോരമയുടെയൊക്കെ ഫയൽ ഇത് കാണാം. ഇത് വന്ന് ഒരു 3-4-5 ദിവസത്തിനകത്താണ് ഇങ്ങനെ ഒരു ഇത് വന്നത്. അപ്പോൾ തന്നെ ഞാൻ നേരെ സാംസ്കാരിക മന്ത്രിയുടെ ഓഫീസിൽ ചെന്നു. ഇതിനൊരു വ്യക്തത വരുത്തി തരേണ്ടതുണ്ട്. കാര്യം ഇങ്ങനെ ഒരു പുതിയ ഒരു പുനഃസംഘടന വരുന്നു, ഒരു മാറ്റം വരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഓഫീസിൽ പിന്നീട് നമുക്ക് പോയി പ്രവർത്തിക്കുന്നതിനൊരു പരിമിതിയുണ്ട്. കാര്യം മറ്റ് നമ്മുടെ സഹപ്രവർത്തകരൊക്കെ ആ രീതിയിലായിരിക്കും. അദ്ദേഹം എന്തായാലും മാറാൻ പോകുന്ന ആൾ, പുതിയ ഒരാൾ വരും. അപ്പോൾ ഇത് ഒരു അവ്യക്തത ഇങ്ങനെ തുടരുമ്പോൾ ഞാൻ ആ മന്ത്രിയുടെ ഓഫീസിൽ ഇടയ്ക്കിടയ്ക്ക് ഞാനത് ചോദിച്ചു, ഇതിനൊരു വ്യക്തത വരുത്തണം. നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്കൊരു പുതിയ ചെയർമാനെ വെക്കണമെങ്കിൽ അത് വെച്ചോളൂ, അത് A or B, എൻ്റെ വിഷയമല്ല. പക്ഷേ അത് നിങ്ങളൊരു വ്യക്തത വരുത്തിയിട്ട് നിങ്ങളത് പ്രഖ്യാപിക്കണം എന്താണെന്നുള്ളത്. അത് കൃത്യമായിട്ട് പറയുകയും ചെയ്യും. പക്ഷേ അത് അങ്ങനെയൊന്നുമില്ല, അത് വെറും മാധ്യമ വാർത്തകളാണെന്ന് പറഞ്ഞു. ശരി, വീണ്ടും എൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് വളരെ സജീവമായിട്ട് പോകുന്ന സമയത്താണ് ഈ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിക്കുന്നതിൻ്റെ തലേദിവസം മാധ്യമങ്ങളിലൂടെ ഞാൻ ഈ വിവരം അറിയുന്നത്. എൻ്റെ വിഷയം ഇതവിടെ ഒരു കാലാവധി എന്നോ സാങ്കേതികമായിട്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, സാങ്കേതികമായ കാലാവധി. പക്ഷെ കാലാവധിയൊക്കെയാണ് ഒരു വിഷയമെങ്കിൽ ഇവിടെ ഇന്നിപ്പോൾ ഉള്ള എല്ലാ അക്കാദമികളും എല്ലാ സാംസ്കാരിക സ്ഥാപനങ്ങളും കാലാവധി തുടരുകയാണ്. കാലാവധി കഴിഞ്ഞിട്ട് എത്രയോ ആയി. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കുന്നു, അതൊന്നും എൻ്റെ വിഷയമല്ല. അപ്പോൾ മാറ്റിയത് എൻ്റെ വിഷയമേ അല്ല. അത് ഞാൻ കൂടി അവരുടെ അടുത്ത് പറഞ്ഞതാണ്. ഒരു പുതിയ ചെയർമാനായിട്ട് താൽക്കാലിക ചുമതലയിൽ ഒരാളല്ല, ഒരു ചെയർമാൻ്റെ പൂർണ്ണ പദവിയുള്ള ഒരാളുണ്ട്. അയാൾക്ക് മാത്രമേ അവിടെ കൃത്യമായി പ്രവർത്തിക്കാനും പറ്റൂ. അപ്പോൾ ഇത് പറഞ്ഞത് ആണ് ഇപ്പോൾ ഈ ആശ്വാസമരത്തിന് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ് വിഷയമെന്ന് പറയുന്നു. അതാണ് വന്ന വാർത്ത. അപ്പോൾ എൻ്റെ വിഷയം അതാണ്. നിങ്ങൾ ക്ലാരിറ്റിയോട് കേൾക്കണം, അത് ക്ലാരിറ്റിയോട് പറയേണ്ടത്.
ഒരു സ്ഥാപനത്തിൽ 4 വർഷത്തോളം വളരെ ആത്മാർത്ഥമായി, സത്യസന്ധമായി, സുതാര്യമായി, ഏറ്റവും അർപ്പണബോധത്തോടെ പ്രവർത്തിച്ച ഒരു വ്യക്തി. മറ്റൊരു പരാതിയും എന്നെക്കുറിച്ചില്ല, ഏതെങ്കിലും ഒരു ആക്ഷേപം എന്നെക്കുറിച്ച് അവിടെ പറയാനില്ല. മന്ത്രി തന്നെ പലതവണ എൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെ ഗംഭീരമായ പ്രവർത്തനമായിരുന്നു പ്രേംകുമാറിൻ്റെത് എന്ന് പ്രശംസിച്ച പശ്ചാത്തലത്തിൽ എന്ത് അടിയന്തര സാഹചര്യമാണ് അന്ന് എന്നെ പുറത്താക്കാനുള്ളത് എന്ന ഒരു ചോദ്യം നിൽക്കുന്നു. ഓക്കെ, പുറത്താക്കി. പക്ഷേ ഇത്രയും ആത്മാർത്ഥമായിട്ടൊക്കെ വർക്ക് ചെയ്ത ഒരാൾ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ വൈസ് ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഏതാണ്ട് 2.5 വർഷത്തോളം മാസം വെറും 10,000 രൂപയാണ് ഓണറേറിയം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അത് എത്ര പേർക്ക് അറിയും എന്നെനിക്കറിയില്ല. ഒരുപക്ഷെ ഈ ആശാസമരത്തിൽ പങ്കെടുത്തവർക്ക് പോലും ആ ഇത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു, ആ ഒരു റെമ്യൂണറേഷൻ. ആ റെമ്യൂണറേഷൻ പറ്റിക്കൊണ്ട് സിനിമകളധികം അങ്ങനെ ചെയ്യാതെ അത്രയും ആത്മാർത്ഥതയോടെ ചെയ്ത ഒരാൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ 2.5 വർഷം കഴിഞ്ഞതിന് ശേഷം ചെയർമാൻ്റെ ഇത് വന്നതിന് ശേഷം പിന്നെയും കുറേ കഴിഞ്ഞിട്ടാണ് ചെയർമാൻ്റെ ഒരു ഓണറേറിയം കിട്ടുന്നത്. എന്ത് തന്നെയായിരുന്നാലും ശരി, ഇതിൽ ഒരു പരാതിയും ഞാൻ ഒരു പൈസ പോലും കൂട്ടി ആവശ്യപ്പെട്ടില്ല. ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്തു. ഇതിനിടയ്ക്ക് എനിക്ക് ചില സിനിമാ താരം എന്നുള്ള നിലയ്ക്കൊക്കെ ചില ഫംഗ്ഷനൊക്കെ വിളിക്കുമ്പോൾ അവർ നൽകുന്ന പ്രതിഫലം, ഇതൊക്കെയാണ് എൻ്റെ ഒരു വരുമാന മാർഗ്ഗമായിരുന്നത് ആ സമയത്ത്. ഞാൻ അവിടെ ഇത്രയും ഇതായിട്ട് പിന്നെ വർക്ക് ചെയ്ത ഒരാൾ അവിടെ നിന്ന് പുറത്തു പോകുമ്പോൾ പുറത്താകുന്ന വിവരം അത് പത്രമാധ്യമങ്ങളിലൂടെ അറിയേണ്ടി വന്ന ഒരു ചെയർമാൻ്റെ ഗതികേട്, പത്രമാധ്യമങ്ങളിലൂടെ അറിയേണ്ടി വന്ന ചെയർമാൻ്റെ ഗതികേട്, അതാണ് എൻ്റെ വിഷയം. അതെൻ്റെ ആത്മാഭിമാനത്തിനേറ്റ ഏറ്റവും വലിയ മുറിവാണ്. ഒരു കലാകാരനല്ലേ ഞാൻ, ഒരു കലാപ്രവർത്തകൻ ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ, അപ്പം എന്താണ്, അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ? ഈ കലാകാരന് അതിരുകളില്ലാത്ത ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ടെന്ന് പല വേദികളിലും പ്രസംഗിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യം വേണമെന്ന്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അത് എഴുത്തുകാരൻ്റെ എഴുതാനുള്ള സ്വാതന്ത്ര്യമോ കലാകാരൻ്റെ കലാസൃഷ്ടികൾക്ക് ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യമോ മാത്രമല്ല, അത് അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം കൂടിയാണ്. ഈ വിമർശനവും സ്വയം വിമർശനവും അതിലൂടെ തിരുത്തലുകളും അതൊക്കെയാണ് സഖാവ് പി കൃഷ്ണപിള്ളയാണ് എന്നിലൊരു കമ്മ്യൂണിസ്റ്റ് ചിന്ത ഉണ്ടാക്കിയത്. ഇപ്പം സഖാവ് പി കൃഷ്ണപിള്ള പറയുന്ന അദ്ദേഹത്തിൻ്റെ ഇതിലെല്ലാം വിമർശനം, സ്വയം വിമർശനം, അത് ഉൾക്കൊള്ളുക, അതിലൂടെ തിരുത്തുക, എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ആത്മപരിശോധന നടത്തി മുന്നോട്ട് അത് കറക്റ്റ് ചെയ്യുക. അപ്പം നമ്മളൊരു ഒരു ഒരു അഭിപ്രായം പറഞ്ഞു, അത് സത്യമാണ്, പൊതുസമൂഹത്തിന് മുഴുവൻ അറിയാൻ. പിറ്റേ ദിവസം പത്രങ്ങളിലെല്ലാം ആരോ ചോർത്തി കൊടുത്തത് വന്നതാണ്, സത്യമാണ്. പക്ഷെ ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ അത് പുറത്താക്കുന്നു. അത് ഒരു ചെയർമാനായിട്ടിരിക്കുന്ന ഒരാൾ പത്രമാധ്യമങ്ങളിലൂടെ അറിയേണ്ടി വന്നു എന്നുള്ളത് ഏറ്റവും വലിയ ഒരു അപഹാസ്യമായ ഏറ്റവും വലിയ ഒരു ഗതികേടാണ്. അപ്പം അത് എൻ്റെ ആത്മാഭിമാനത്തിന് ഏൽപ്പിച്ച ഒരു വലിയ മുറിവുണ്ട്. ആ മുറിവ് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ വിഷയം.